ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്ന് ഗുരുവായൂർ ഏകാദശി ആയതുകൊണ്ട് ഒരു കപ്പ പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇടുപിടിയെന്നാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. അതിനായിട്ട് ഞാൻ കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു വലിയ ചെമ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഏകദേശം നമുക്കൊന്ന് ഇത് വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പയുടെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം. അപ്പോൾ ഞാൻ കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയൊരു ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് അടുത്തതായി ഇത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്തായി ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെറുപയറാണ്. 3 കിലോ കപ്പയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 500 ചെറുപയർ എടുത്തിട്ടുണ്ട്, 2 കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 3 ട്രിപ്പായിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് അത് ഒരു ചെമ്പിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ചെറിയ കുക്കറിൽ തന്നെ ഇടാൻ നോക്കുക. എന്നിട്ട് ക്വാണ്ടിറ്റി ഒക്കെ കറക്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഞാനൊരു 3 ട്രിപ്പോളം വേവിച്ചെടുത്തിട്ട് ഒരു വലിയ ചെമ്പിൽ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഈ ചെറുപയറും കായും കൂടി ഉടയണം ഇതിൽ കിടന്നിട്ട്. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചേമ്പും കാച്ചിലും ഇതൊക്കെ വേണം കേട്ടോ പുഴുക്കുണ്ടാക്കുമ്പോൾ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഗുരുവായൂർ ഏകദേശം നമ്മളെല്ലാം ഇതിടും. അപ്പോൾ നമ്മൾ കാച്ചിലൊക്കെ ഇട്ടിട്ട് നമ്മളവിടെ കാവത്ത് എന്നാണ് പറയുക. കാവത്ത് ഇത്ര വലുപ്പത്തിൽ നന്നാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്ര കഷ്ണം വലിയ കഷ്ണങ്ങളായിട്ട് 1/2 കിലോ കാവത്തും 1/2 കിലോ വലിയ ചേമ്പും കൂടി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഒരു കുക്കറിലിട്ടിട്ടുണ്ട്. അത് ആവശ്യത്തിന് മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും എല്ലാത്തിലേക്കുള്ള ആവശ്യത്തിലുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവിക്കാൻ കുക്കറിൽ വെക്കുമ്പോഴേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. 4 നാളികേരമാണ് ഞാനിവിടെ എടുത്തത്. 4 നാളികേരം നല്ലോണം ചിരവി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം സാദാ ജീരകം, നമ്മൾ ചെറിയ ജീരകമാണ് എടുത്തത്, അതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അത് അടിച്ചെടുക്കാം. 3 ട്രിപ്പോ 4 ട്രിപ്പോ ആയിട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് അടിച്ചെടുക്കാം കേട്ടോ. നല്ലോണം അരയണ്ട കേട്ടോ, നല്ല നൈസായിട്ട് അരയണ്ട. അതുപോലെ നമ്മൾ അവിയലിനൊക്കെ അരയുന്ന പോലെ തീരെ അരയാതിരിക്കും ചെയ്യരുത്. അതിൻ്റെ മീഡിയം ഒരു കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ 4 ട്രിപ്പോളം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ജീരകമൊക്കെ ഇടണേ. ജീരകം ഇടാൻ മറക്കരുത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പച്ചമുളക് ഇപ്പം തന്നെ ഇട്ടിട്ട് അരയ്ക്കാം. ഈ സമയത്ത് ഞാൻ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പച്ചമുളക് ഇടുന്നത്. അപ്പോൾ ഇത് ഞാൻ വെറും ജീരകവും നാളികേരും കൂടി ഇട്ടിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഗുരുവായൂർ ഏകാദശി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിലേക്ക് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് ഇതിൽ അരച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിതിന് ഗുരുവായൂർ ഏകാദശിക്ക് സാധാരണ ഉള്ളി കഴിക്കാത്തതുകൊണ്ട് ഇതിലേക്ക് ഞാൻ വെറും ജീരകം ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 ട്രിപ്പോളം ഇട്ടിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കപ്പ ഉണ്ടല്ലോ, വേവിച്ച് വെച്ച കപ്പയിലേക്ക് ഈ ചെറുപയറും കായും ഇട്ടിട്ട് ഉള്ളത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം നമ്മൾ ചെറുപയർ നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം കായും ചെറുപയറും കൂടി വേവിച്ചത് നമ്മൾ വേറെ ചെമ്പിൽ വേവിച്ചില്ലായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കാച്ചിലുണ്ടല്ലോ, കാച്ചിലും ചേമ്പും കൂടി അതും കൂടി ഇതിന് കുക്കറിന് വെന്തതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരപ്പ് ഇടുന്നത്. അപ്പോൾ ഈ അരപ്പ് ഇടുന്നതിന് മുന്നേ മഞ്ഞൾപ്പൊടിയോ ഉപ്പോ മുളക് പൊടിയോ എന്തെങ്കിലും ആവശ്യം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇട്ടിട്ട് തിളച്ചതിന് ശേഷം മാത്രം നാളികേരം കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ നാളികേരം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. 4 കിലോ കപ്പയ്ക്ക് 1/2 കിലോ ചെറുപയർ, ഒരു 2 അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കായാണ് ഞാൻ എടുത്തത്. ഒരു കായ, 2 കായ, പിന്നെ 1/2 കിലോ ചേമ്പ്, വലിയ ചേമ്പ്, 1/2 കിലോ കാവത്ത്, ഇതെല്ലാം കൂടിയിട്ടിട്ട് ആണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ 4 നാളികേരം. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാണ്. ക്വാണ്ടിറ്റി കറക്റ്റാണ്. അപ്പോൾ ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് കുറച്ച് നല്ല കട്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണേ. അല്ലെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും, പുഴുക്ക് നന്നായി കട്ടിയാവും. അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പച്ചമുളക്, ഈ സമയത്താണ് ഞാൻ പച്ചമുളക് ഇവിടെ ചതുക്കി ഇട്ട് കൊടുത്തത്. നമ്മൾ എരിവിനനുസരിച്ച് എത്ര മുളക് വേണോ അത്ര മുളക് നമുക്ക് ചതുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല എരിവൊക്കെ ആണെങ്കിൽ ഒരു 10 മുളകോളം ഇടാം കേട്ടോ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്, കുറച്ച് നല്ല എരിവൊക്കെ വേണമല്ലോ ഇതിൽ. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു വറവിടണം. അപ്പോൾ അത് ഞാൻ സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക്,
നന്നായി കടുകും അങ്ങാടി മുളക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി നല്ലോണം ഒന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഏകാദശി പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തുകൊണ്ട് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.